1984 പുറത്തിറങ്ങിയ കരിഷ്മ എന്ന ബോളിവുഡ് സിനിമയിൽ നിന്നുള്ള ചിത്രങ്ങളാണത്. ഇതിൽ കമൽഹാസനൊപ്പമുള്ള നടി ടീന മുനിയുമാണ്. അങ്ങനെ പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾ അറിയാൻ വഴിയില്ല. റിലയൻസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അനിൽ അംബാനിയെ വിവാഹം കഴിച്ച ശേഷം ടീന അംബാനി എന്ന് പേരുമാറ്റിയ നടി ടീന മുനി 1970കളിൽ ടീന ബോളിവുഡ് സിനിമയിലെത്തുകയും 13 വർഷക്കാലം ഒരു മുൻനിര നടിയായി വിജയകരമായ ഒരു കരിയർ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1980 മുതൽ 87 വരെ സഹനടൻ രാജേഷ് ഖന്നയുമായി അവർ പ്രണയത്തിലായിരുന്നു എന്നൊരു വാർത്തയും പരന്നിരുന്നു. 1991 സെപ്റ്റംബർ 2 ധീരുഭായ് അംബാനിയുടെ ഇളയ മകൻ അനിൽ അംബാനിയെ അവർ വിവാഹം ചെയ്യുന്നത്. ഇപ്പോൾ കോകിലാബെൻ ധീരുഭായ് അംബാനി ഹോസ്പിറ്റൽ, ഹാർമണി ഫോർ സിൽവേഴ്സ് ഫൗണ്ടേഷൻ, ഹാർമണി ആർട്ട് ഫൗണ്ടേഷൻ എന്നിവയുടെ ചെയർപേഴ്സണുമാണ്. CSR ഗ്രൂപ്പ്, റിലയൻസ് ഗ്രൂപ്പ്, മുദ്ര ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണിക്കേഷൻസ് റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്നിവയുടെ ചെയർപേഴ്സണും ധീരുഭായ് അംബാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ സ്ട്രാറ്റജിക് പ്ലാനിംഗ് കമ്മിറ്റിയുടെ മുഖ്യ ഉപദേഷ്ടാവും ഉപദേശകയുമാണ് ടീന. ദേവാനന്ദിൻ്റെ ദേവ് പർദേശ് എന്ന ചിത്രത്തിലൂടെയാണ് മുനിയും ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. ദേവാനന്ദിനൊപ്പം ലൂട്ട്മാർ, മൻപസന്ത് എന്നിവയാണ് അവരുടെ മറ്റ് ചിത്രങ്ങൾ. വസു ചാറ്റർജിയുടെ ബാത്തോ ബാത്തോ മെയിൽ അമോൽ പലേക്കറിനൊപ്പം അഭിനയിച്ചു. ഋഷി കപൂറിനൊപ്പമുള്ള അവരുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളിൽ കർസ്, എ വാദാരഹ എന്നിവ ഉൾപ്പെടുന്നു. 50-50, സൗത്തേൻ, ബേവഫായ്, സുരാഗ്, ഇൻസാഫ് മെയിൻ, കരൂങ്ക, രജ്പുത്, ആഖിർ ക്യോൻ, പപ്പി പേറ്റ്ക, സവാൽ ഹേ, അലഗ് തുടങ്ങിയ അനവധി ചിത്രങ്ങളിൽ അവർ രാജേഷ് ഖന്നയ്ക്കൊപ്പം അഭിനയിച്ചു. 91 പുറത്തിറങ്ങിയ ജിഗർവാലയാണ് അവരുടെ അവസാനത്തെ ചിത്രം. സിമി ഗരേവാളിന് നൽകിയ അഭിമുഖത്തിൽ ടീന മുനിയും പറഞ്ഞു, ഞാൻ സിനിമകൾ വിട്ടുപോയെന്ന് ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട്. എന്നാൽ പിന്നീട് എനിക്ക് തോന്നിയത് ഈ ലോകത്തിനു വേണ്ടി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നാണ്. പരിവേഷണം ചെയ്യാനും അനുഭവിക്കാനും മാത്രമല്ല, സിനിമകളിൽ ഉറച്ചു നിൽക്കാനും ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഞാൻ ഒരിക്കലും അതിൽ ഖേദിക്കില്ല. ഒരിക്കലും തിരിച്ചു പോകാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നാൽ സിനിമാ മേഖലയിൽ നിന്നുള്ള ടീനയുടെ വിവാഹത്തിന് അംബാനി കുടുംബത്തിന് ഒരു താല്പര്യവുമില്ലായിരുന്നു. തുടക്കത്തിൽ ടീനയെ വിവാഹം കഴിക്കുന്നതിൽ അനിൽ അംബാനിയുടെ പിതാവ് ധീരുഭായ് അംബാനി, മാതാവ് കോകിലാബെന്നും മകനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. തുടർന്ന് ഇരുവരും ബന്ധം അവസാനിപ്പിച്ചു. ടീന US പോവുകയും ഇൻറ്റീരിയർ ഡിസൈനിങ് കോഴ്സ് ചെയ്യുകയും ചെയ്തു. അടുത്ത 4 വർഷത്തേക്ക് തനിക്ക് വന്ന വിവാഹാലോചനകളെല്ലാം അനിൽ അംബാനി വേണ്ടെന്ന് വെച്ചു. അവസാനം അനിൽ അംബാനിക്ക് ടീനയെ വിവാഹം ചെയ്യണമെന്ന ആഗ്രഹത്തിന് ധീരുഭായ് അംബാനി പച്ചക്കൊടി കാട്ടി. അങ്ങനെ 91 സെപ്റ്റംബർ 2 അനിലും ടീനയും വിവാഹിതരായി. ടീന മുനിയും എന്ന നടിയുടെ ബോളിവുഡ് പ്രണയങ്ങളും വിവാദങ്ങളും. ഒരാളെ പ്രണയിച്ചുകൊണ്ട് മറ്റൊരാളുമായി അടുപ്പത്തിലാവുക എന്ന വിദ്യ വശമുണ്ടായിരുന്ന ഒരു നടിയായിരുന്നു ടീന മുനി. രാജേഷ് ഖന്നയെ ആത്മാർത്ഥമായി പ്രേമിച്ച് അയാളുമായി ഡേറ്റ് ചെയ്തുകൊണ്ട് സഞ്ജയ് ദത്തുമായും പ്രണയം പുലർത്തിയ ടീന മുനി നിരവധി ഗോസിപ്പുകളിൽ ഇടം തേടിയിരുന്നു. സഞ്ജയ് ദത്തുമായി ദീർഘകാലം പ്രണയത്തിലായിരുന്ന ഒരാളാണ് ടീന മുനി. ഗോസിപ്പുകൾക്കൊന്നും അവരുടെ ബന്ധത്തെ തകർക്കാൻ കഴിഞ്ഞില്ല. അന്ന് തിളങ്ങി നിന്നിരുന്ന നായികയായതിനാൽ പല നായകന്മാരുമായി ബന്ധപ്പെടുത്തി ടീനയെക്കുറിച്ചുള്ള വാർത്തകൾ വന്നു. എന്നാൽ സഞ്ജയ് ദത്ത് അതിനോടെല്ലാം കണ്ണടയ്ക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തത്. എന്നാൽ ആ വാർത്തകൾ വായിച്ച് തനിക്ക് പലപ്പോഴും ദേഷ്യം വന്നിട്ടുണ്ടെന്ന് സഞ്ജയ് ദത്ത് പറഞ്ഞു. ഓരോ തവണയും അതല്ല സത്യമെന്ന് തനിക്ക് വ്യക്തമാക്കി തരാൻ ടീനയ്ക്ക് സാധിച്ചിരുന്നു. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ വിശ്വസിക്കണം. താൻ ആ സമയത്ത് അവളെയാണ് വിശ്വസിച്ചിരുന്നത് എന്നാണ് സഞ്ജയ് ദത്ത് പറഞ്ഞത്. ഒരേ ഇൻഡസ്ട്രിയിൽ നിന്നായതുകൊണ്ട് തന്നെ ഇന്ന് നിന്നെക്കുറിച്ച് കേൾക്കുന്നത് പോലെ നാളെ എന്നെക്കുറിച്ചും കേട്ടേക്കാം. അപ്പോൾ കിടന്ന് ബഹളം വയ്ക്കരുതെന്ന് ടീനയോട് പറഞ്ഞിരുന്നു എന്നും സഞ്ജയ് ദത്ത് അതേ അഭിമുഖത്തിൽ പറയുകയുണ്ടായി. യാസർ ഉസ്മാൻ എഴുതിയ സഞ്ജയ് ദത്ത് ദ ക്രേസി അൺടോൾഡ് സ്റ്റോറി ഓഫ് ബോളിവുഡ് ബാഡ് ബോയ് എന്ന പുസ്തകം വലിയ ചർച്ചയായത് ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടുമാണ്. സഞ്ജയ് ദത്തും നടി ടീന മുനിയും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. 81 പുറത്തിറങ്ങിയ റോക്കിയുടെ സെറ്റിൽ വെച്ചാണ് ടീനയും സഞ്ജയും പ്രണയത്തിലാവുന്നത്. എന്നാൽ ആ ബന്ധം ഏറെക്കാലം നീണ്ടു നിന്നില്ല. മയക്കുമരുന്നിനും മദ്യത്തിനും അടിമയായ സഞ്ജയുമായുള്ള ബന്ധം ടീന വേണ്ടെന്ന് വെച്ചു. ടീന പ്രണയം അവസാനിപ്പിച്ചു പോയത് സഞ്ജയ് ദത്തിനെ ആകെ തളർത്തി. അങ്ങനെ ഒരിക്കൽ 1982 സഞ്ജയുടെ വീട്ടിൽ നിന്ന് അയൽക്കാർ നിറയൊഴിക്കുന്നതിൻ്റെ ഒച്ച കേട്ടു. സംഭവ സ്ഥലത്ത് അവർ ഓടിയെത്തിയപ്പോൾ
കണ്ടത് മദ്യപിച്ച് അവശനായി കിടന്നിരുന്ന സഞ്ജയ് ദത്തിനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് രക്തമൊഴുകുന്നുണ്ടായിരുന്നു. ഞാൻ മയക്കുമരുന്നിന് അടിമയില്ല, ഞാനതെല്ലാം ഉപേക്ഷിച്ചു. എല്ലാവരും എന്തുകൊണ്ടാണ് എന്നെ ഭയപ്പെടുന്നത് എന്ന് ചോദിച്ച് സഞ്ജയ് അലറിക്കരഞ്ഞു. ഒരു സിനിമയുടെ ചിത്രീകരണത്തിനായി സിംഗപ്പൂർ പോയതായിരുന്നു ടീന. ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാവരും തിരികെ വന്നു. പക്ഷേ ടീന മാത്രം ഇന്ത്യയിലേക്ക് വന്നില്ല. മാത്രമല്ല, അവർ സഞ്ജയ് ദത്തിനെ ഫോണിൽ വിളിച്ചതുമില്ല. ടീന അകലം പാലിക്കുന്നത് സഞ്ജയ് ദത്തിനെ അസ്വസ്ഥനാക്കി. താൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് തിരിച്ചറിഞ്ഞ സഞ്ജയ് പിന്നീട് ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങി. സഞ്ജയ് ദത്ത് ദ ക്രേസി അൺടോൾഡ് സ്റ്റോറി ഓഫ് ബോളിവുഡ് ബാഡ് ബോയ് എന്ന പുസ്തകത്തിൽ പറയുന്നു. സഞ്ജയ് ദത്തിൻ്റെ ആദ്യ ചിത്രമായ റോക്കി പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് 22 വയസ്സായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും രൂപഭാവവും ഒരു കാമുകൻ്റേതായിരുന്നു. പ്രേക്ഷകർ സുനിൽ ദത്തിനെയും മകനെയും ആരാധിച്ചിരുന്നു. ഈ സിനിമയിൽ ടീന മുനീമിനൊപ്പം പ്രവർത്തിക്കുമ്പോൾ സഞ്ജയ് ദത്ത് അവളുമായി പ്രണയത്തിലായി. എന്നാൽ സഞ്ജയുടെ ജീവിതം ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ ബന്ധവും ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി. ഒടുവിൽ അവർ വേർപിരിഞ്ഞു. സഞ്ജയ് ദത്ത് ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ബോളിവുഡ് ബാഡ് ബോയ് എന്ന തൻ്റെ ജീവചരിത്രത്തിൽ ടീന മുനീമുമായുള്ള തൻ്റെ പ്രശ്നകരമായ ബന്ധത്തെക്കുറിച്ച് നടൻ തുറന്നു പറഞ്ഞു. ടീനയുടെ മറ്റു കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമായിരുന്നിട്ടും താൻ തൻ്റെ കാമുകിയെ അന്ധമായി സ്നേഹിച്ചതായി സഞ്ജയ് സമ്മതിച്ചു. എന്നാൽ അവർ വേർപിരിയുകയും ടീനയുടെ രാജേഷ് ഖന്നയുമായുള്ള ബന്ധം വെളിപ്പെടുത്തുകയും ചെയ്തപ്പോൾ സഞ്ജയ് ദത്ത് വളരെ അപമാനിതനും ഉപയോഗിക്കപ്പെട്ടവനുമായി തോന്നി. ആ പുസ്തകത്തിൽ സഞ്ജയ് ദത്ത് പറയുന്നു, ടീനയുമായുള്ള എൻ്റെ ബന്ധം എടുക്കുക, അവൾ എന്നെ വിഡ്ഢിയാക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അന്ധനായ ഒരു കാമുകനെ പോലെ പെരുമാറുകയും അവളെ പൂർണ്ണമായും വിശ്വസിക്കുകയും ചെയ്തു. തീർച്ചയായും ഒടുവിൽ ഞങ്ങളുടെ ബന്ധം അവസാനിച്ചപ്പോൾ രാജേഷ് ഖന്നയുമായുള്ള അവളുടെ ബന്ധം പുറത്തു വന്നു. അപ്പോൾ ഞാനൊരു വിഡ്ഢിയാണെന്ന് എനിക്ക് തോന്നി. അവൾ എന്നെ ഉപയോഗിക്കുന്നതായി എനിക്ക് തോന്നി. ഇൻഡസ്ട്രിയിൽ ഞാനൊരു തമാശയായി മാറിയെന്ന് എനിക്ക് അറിയാമായിരുന്നു. എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ടീന മുനീമുമായുള്ള ബന്ധം വേർപെടുത്തിയതും രാജേഷ് ഖന്നയുമായുള്ള അവരുടെ ബന്ധം വെളിപ്പെടുത്തിയതും സഞ്ജയ് ദത്തിന് ദേഷ്യം കൊണ്ട് നിറഞ്ഞിരുന്നു. അയാളുടെ ഉള്ളിൽ തിളച്ചു മറിയുകയായിരുന്നു. രാജേഷ് ഖന്ന ഷൂട്ടിംഗ് നടത്തുന്ന മെഹബൂബ് സ്റ്റുഡിയോയിലേക്ക് പോയി. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ആവേശത്തിലായിരുന്നു. സഞ്ജയ് ദത്തും രാജേഷ് ഖന്നയും തമ്മിൽ വഴക്കുണ്ടാകുമെന്ന് തോന്നി. അയാൾ പോയി രാജേഷ് ഖന്നയുടെ നേരെ മുന്നിലിരുന്നു. അദ്ദേഹത്തെ തൂർച്ചു നോക്കാൻ തുടങ്ങി. അന്തരീക്ഷം മുഴുവൻ പിരിമുറുക്കത്താൽ നിറഞ്ഞിരുന്നു. പക്ഷെ സഞ്ജയ് ദത്ത് ഒടുവിൽ തൻ്റെ കോപം നിയന്ത്രിച്ചു. അദ്ദേഹം രാജേഷ് ഖന്നയെ ആക്രമിച്ചില്ല. പിന്നീട് രാജേഷ് ഖന്ന അന്ന് ഭാഗ്യവാനാണെന്ന് സഞ്ജയ് ദത്ത് സമ്മതിച്ചു. ഞാൻ സംയമനം പാലിച്ചു. സഞ്ജയ് പറഞ്ഞു, ടീന എന്നെ വിട്ട് പോയതിന് പിന്നാലെയാണ് ഈ സംഭവം നടന്നത്. അന്ന് എൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ദേഷ്യം വന്നു. ആരെങ്കിലും എന്നെ വിട്ടുപോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതിനാൽ കോപത്താൽ ഞാൻ രാജേഷിനെ ആക്രമിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ഞാൻ അദ്ദേഹം ഷൂട്ട് നടത്തുന്ന സ്റ്റുഡിയോയിലേക്ക് പോയി. അദ്ദേഹം പുറത്തു വന്ന് ഒരു കസേരയിലിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ നേരെ മുന്നിൽ ഒരു കസേര വലിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ നേരെ മുന്നിലിരുന്നു. ഞാൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ആകെ ഭ്രാന്തായി. ഞാൻ അദ്ദേഹത്തെ അടിക്കുമായിരുന്നു. പക്ഷെ അദ്ദേഹം മിണ്ടാതിരുന്നു. അത് അയാളുടെ ഭാഗ്യം. സഞ്ജയ് ദത്തുമായുള്ള സൗഹൃദം കാരണം അവതാർ എന്ന സിനിമയിൽ സെറ്റിൽ താൻ ആശങ്കാകുലനായിരുന്നുവെന്ന് ഈ ടൈംസ് എന്ന ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഗുൽഷൻ ഗ്രോവർ വെളിപ്പെടുത്തി. ഷൂട്ടിംഗ് സമയത്ത് രാജേഷ് ഖന്നയെ കാണുന്നതിന് മുമ്പ് താൻ വളരെ ജാഗ്രത പാലിച്ചിരുന്നുവെന്ന് ഗുൽഷൻ പറഞ്ഞു. കാരണം ആ സമയത്ത് രാജേഷ് ഖന്നയും ടീന മുനിയുമും സത്യത്തിൽ ഡേറ്റിംഗിലായിരുന്നു.